അപ്പോൾ എല്ലാവരും റെഡിയൊക്കെ ആയി. ഒരു 3 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ഇറങ്ങിയതാണ്. ചൂടൊക്കെ കുറവുണ്ടാവും കുറച്ചൊന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ 12 മണിയുടെ ചൂടും വെയിലുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വേറെ രക്ഷയില്ല. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത്. രാവിലത്തെ ഫുഡ് നമ്മൾ 11 മണി കഴിഞ്ഞപ്പോഴാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ 3 മണി കഴിഞ്ഞ്. അപ്പോൾ ഇനി നമുക്ക് വിശന്നിരിക്കാൻ വയ്യ, പസിക്കുത്. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് നമ്മൾ പോവാണ്. എവിടെ പോവാ? പെരിയ കോവിലേക്ക് പോകിറോ? അയ്യോ, പറയാന്ന് പറഞ്ഞ ആൾ ആദ്യം പോയി. അങ്ങനെ നമ്മൾ രാവിലെ വന്ന ആ ബസ് ഇടർ നമുക്കങ്ങ് ഇഷ്ടപ്പെട്ട്. അപ്പം നമ്മൾ ഓർത്ത് അതിൽ തന്നെ പോവാം. ഇതാണ് മണിയണ്ണൻ, ആള് നല്ല സർവീസായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ബൃഹദേശ്വര ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ആ എൻട്രൻസിനോട് വെച്ചിട്ട് നമ്മളിങ്ങനെ കുറച്ച് ഫോട്ടോ എടുക്കാമെന്നൊക്കെ ഓർത്ത് അങ്ങനെ നിന്ന് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം എന്താ പറയുക, ഒരു അത്ഭുതമാണ്. കുറച്ച് ഇരുട്ടായി തുടങ്ങിയപ്പോഴാണ് കൂടുതൽ സൗന്ദര്യം എനിക്ക് തോന്നിയത്. കാരണം ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കേട്ടോ. എത്ര നേരം വേണമെങ്കിൽ നമുക്കിരിക്കാം. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ പുറത്തിറങ്ങി. 3:30-4 മണിക്ക് എത്തി. നമ്മൾ 8 മണിക്ക് കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം സർബത്തൊക്കെ കുടിച്ച് പിന്നെ ബൊമ്മക്കൂലൊക്കെ ഉള്ള സ്ഥലത്ത് പോയി. നമ്മളങ്ങനെ അവിടെ നിന്ന് കുറച്ച് 1-2 ബൊമ്മക്കൂലൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി. ഒടുക്കത്തെ ചൂടായതുകൊണ്ട് ഒന്നും നോക്കണ്ട, ഒരു AC ഹോട്ടലിൽ തന്നെ കയറാമെന്ന് ഓർത്ത്. അങ്ങനെ അന്നത്തെ പ്ലാനിങ് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഡേ ഉള്ള പ്ലാനിങ് കുറിച്ചുള്ള സംസാരമായിരുന്നു. നല്ല ചൂടായിരുന്ന സ്ഥലത്ത് നമ്മൾ വന്നപ്പോൾ മഴയും പെയ്തു. എന്തായാലേ അപ്പോൾ ഇനി നെക്സ്റ്റ് പാർട്ടി കാണാം കേട്ടോ.